അതെ, അടുക്കളയിലെ പണിക്ക് ഞാനുള്ളപ്പോൾ വേറെ ആരും വേണ്ട. പക്ഷെ ഇടം വരെ 2 കയ്യാൾ വേണം. അറിയാന്നുള്ള ആരെങ്കിലും കൂടെ നിർത്തണല്ലേ നല്ലത്. അറിവുള്ള ആൾക്കാരും വേണ്ട. ഓരൊക്കെ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിക്കോട്ടെ. നമുക്ക് ഒരു എത്തും പിടിയില്ലാത്ത 2 ആൾക്കാരെ കിട്ടിയാൽ മതി. ശ്രീകുട്ട എന്താടാ? ഒന്നുമല്ല ചേ, കയറിയിരുന്നപ്പോ ആ പുറകോശത്തുള്ള ആ ഓടിനെ ചൂടിട്ടൊക്കെ വേസ്റ്റൊക്കെ എടുത്ത് കളയുന്നത്. അയ്യോ, കുറച്ചുകൂടെ മാറ്റമുണ്ടത്. അടുക്കളയും പരിസരവും വൃത്തിയായിരിക്കണം, അതെനിക്ക് നിർബന്ധം. എത്ര ഹോട്ടൽ ഇതുവരെ നിന്നിട്ടുണ്ട്? ഒരു 10-25 ഹോട്ടലിൽ നിന്നുണ്ട്. 25 ഹോട്ടൽ നിന്നിട്ടുണ്ടോ? ഇന്നൊക്കെ ആൾക്കാരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സ്നേഹോപകാരമോ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയല്ല, ഞാൻ 3 മാസത്തിൽ കൂടുതൽ നിൽക്കലില്ല അവിടെ. അതാണ് ഞാൻ ചോദിച്ചത്. മാറി മാറി നിൽക്കും അല്ലേ? അതെ, മാറി മാറി ഇങ്ങനെ പോവും. നമുക്ക് പുതിയ പുതിയ പരിചയക്കാരെ കിട്ടും, സൗഹൃദങ്ങൾ ഉണ്ടാവും. മീനെ പൊരിക്കാറുണ്ടോ? ഓ, മീൻ പൊരിക്കും. 1 ലിറ്റർ വെളിച്ചെണ്ണയിൽ എത്ര ദിവസം മീൻ പൊരിക്കും? ഒരു 5-6 ദിവസം. അപ്പോൾ 7ാം ദിവസമൊക്കെ കരിയുമല്ല, ഒപ്പടുത്ത് കളയുമല്ലേ? ഒരു ഏത്തമ്പഴത്തിൽ എത്ര വാഴയ്ക്കപ്പം പഴംപൊരി ഉണ്ടാക്കും? ഒരു 18 എണ്ണം. 18 എണ്ണം? ബ്ലൈഡ് കനത്തിലായിരിക്കും. ടിഷ്യൂ പേപ്പറിൻ്റെ കനത്തിൽ. പൈസ നീ കുറേ ഉണ്ടാക്കാൻ പോണ്, നോക്കിക്കോ. അല്ല, എന്താണ് നിങ്ങൾ ഈ മാറി മാറി ഹോട്ടലിൽ പോകണ എന്തിനാണ്? ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഒന്നുകൂടെ? അങ്ങനെയല്ല, ഓരോരോ നിൽക്കുന്നിടത്തു നിന്നൊക്കെ ഓരോ പാരിതോഷികങ്ങൾ ആയിട്ട് ആൾക്കാർ വരും. എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ നടക്കും. ശ്രീകുട്ട, വേറെ ആളെ നോക്കിക്കോ, അല്ലാതെ രക്ഷയില്ല കേട്ടോ. എന്താണ്? വേറെ ശ്രീകുട്ടൻ വിളിച്ച ആള് ബെസ്റ്റാണെന്ന്, സൂപ്പർ ആളാണെന്നാണ് പറയുന്നത്. അല്ല പറഞ്ഞോളെ, കുഞ്ഞിക്ക് ഈ ബിരിയാണിയൊക്കെ ഒക്കെ അറിയോ? എൻ്റെ ബദരിങ്ങൾ പാപ്പ, എന്ത് വർത്താനാ ചോദ്യം കുട്ടികൾ ചോദിക്കണത്? നിങ്ങൾക്ക് അറിയോ? എൻ്റെ അമ്മോൻ മൊയ്തുക്ക 10,000 കല്യാണം നടത്തിയ ആളാ. ഒരു അരീക്കൂടെ ഒരു കല്യാണപ്പേരെ പോയി മൂപ്പര്. അന്ന് രാവിലെ മൂപ്പര് തലറിഞ്ഞ് വീണ്. ആകെ ഒച്ചപ്പാടും ബഹളും. കല്യാണ വീട്ടിൽ ബിരിയാണി ആരുണ്ടാക്കുക, ഭക്ഷണം ആരുണ്ടാക്കുക, ഭയങ്കര ഒച്ചപ്പാടും ബഹളും. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ വെച്ചോളാം ബിരിയാണി. ഈ പെരക്കാരെ കയ്യും കാലും പിടിച്ചേ ഞാൻ സമ്മതിപ്പിച്ച് ബിരിയാണി വെച്ച്. അതോടുകൂടി അമ്മോൻ്റെ ബിരിയാണി വെപ്പ് നിന്ന്. പിന്നെ അങ്ങോട്ടുള്ള ബിരിയാണി വെപ്പ് മൊത്തം ഞാനാണ് ചെയ്തത്. നെയ്യാറ്റിങ്ങിന് ഇതുപോലെ ഒരുപാട് ബിരിയാണി വയ്ക്കുന്ന പാചകക്കാരുണ്ട്. ഏകദേശം എല്ലാ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കഥകൾ പറയാൻ കാണും അല്ലേ? എങ്ങനെ? എല്ലാ പാചകക്കാർക്കും ഇത്തരത്തിലുള്ള കഥകൾ പറയാൻ കാണും. അതങ്ങനെ ഉണ്ടാവുമല്ലോ. കുഞ്ഞിക്കാ, ഇപ്പൊ അടുക്കളയിലോട്ട് ചെല്ലേ. എന്തിനാ? ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ലോ. അവിടെ പോയി ഒന്ന് ചുറ്റി നടന്ന് കാണ്, എന്തൊക്കെ സാധനം ഉണ്ടൊക്കെ നോക്ക്. ആയിക്കോട്ടെ മോനെ, അങ്ങോട്ട് പാട്ടാടാ, അടുക്കളയ്ക്ക് പാട്ടാ. കുഞ്ഞിക്ക, ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ. അവിടെ ഡോർ ഓപ്പൺ അല്ല, ഞാൻ പൂട്ടിയിട്ടേക്കും. ഇതുവഴി വയ്ക്കും. ഇതുവഴി. ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ പറഞ്ഞൊരു പകുതി കൂടുതലും കള്ളത്തരമാണ്, തള്ളാണ്. മാമ സത്യമാണ് കേട്ടാ, പകുതി കൂടുതലും തള്ളു തന്നെ. കാര്യം ഞാൻ പറഞ്ഞേക്കാം, 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഹോട്ടലിൽ മാറുന്ന മനുഷ്യനെ എന്ത് വിശ്വാസം ഇവിടെ നിർത്തും? ആ കുഞ്ഞിക്കോരാണ് നമ്മൾ മറ്റേ തവിയും കോരുവയും പറ്റൂലെന്ന്. ഇനിയിപ്പോൾ അതെന്തിനീ എടുത്ത് കളയൂ? അതിനിപ്പം പുതിയത് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ പുള്ളി അത് തന്നെ മതി എന്ന് പറയും. നിങ്ങൾ കൊണ്ടുവന്ന ഒരാൾ അല്ലാത്തൊരാൾ തന്നെയാണ്. എന്തോന്ന് ചെയ്യാണ്ടേ? പക്ഷേ ഫുഡ് ഉണ്ടാക്കാൻ കാലനാണ്. ബിരിയാണിയൊക്കെ വെച്ച് തുടങ്ങി എവിടെ ക്യൂ ആയിരിക്കും. എൻ്റെ ആറ്റല്ല അമ്മച്ചി. അതെന്തളിയാ? അല്ല, അമ്മച്ചി വിളിച്ചിട്ട് ഒരുപാട് നാളെ. ഇങ്ങനെയാണെങ്കിൽ എനിക്കും വിളിക്കേണ്ടി വരും. ശ്രീകുട്ടാ, അളിയ എല്ലാം കൂടെ കേൾക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കണല്ലേ. ഞാൻ ഇരിക്കല്ലേ, ധൈര്യമായിട്ടിരി. അതാണ് എൻ്റെ ധൈര്യം. ഏതാ പോണേ? ഞാൻ പോയിട്ട് വരാം. അളിയ എവിടെ പോകണം? അങ്ങനെ ഒന്ന് കണ്ടിട്ട് വരാം. സൂക്ഷിക്കണം. രാജവമ്പാല കണ്ടവരാണ് ഞാൻ. പിന്നെ ഈ മഞ്ഞച്ചാര പോടാ അവിടുന്ന്. ആമോയി, ഇതാ മനുഷ്യനെ വട്ടെളുപ്പിക്കാൻ പോണാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകും കേട്ടോ. പോണാണോ? ഓ, പിന്നെ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്താലേ ഇന്നോഗ്രേഷൻ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അറിയാലോ? അതത്രേ ഉള്ളണ. ആണോ? പിന്നെ ഈ മരപ്പട്ടി പിടിക്കുന്ന സാധനം എവിടെ കിട്ടും? എന്തിനാ? ആ മറ്റേ കറുത്ത പൂച്ചയില്ലേ, അത് എന്നെ വിട്ട് പോണില്ല. എൻ്റെ പിറകെ തന്നെ നടക്കണം. ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് പിടിച്ചാലേ പറ്റുള്ളൂ. മക്കളെ, ഇന്ന് എന്താ ആഴ്ചയാടാ? വെള്ളിയാഴ്ച കരിമ്പൂച്ച. നീ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നോ? വാ. എന്തേരണ? Stone, paper, scissors. Stone, paper, scissors. Stone, paper, scissors. Stone, paper, scissors.
ആ 1 Stone, paper, scissors. Stone, paper, scissors. Stone, paper, scissors. കള്ളക്കളിയടി ഇത് ഞാൻ എടുത്തതിന് ശേഷമാണ് നീ എടുക്കുന്നേ. Stone, paper, ആരുടെ scissors. ലീഡ് ഏ? ആരുടെ ലീഡ് എവിടെ കള്ളക്കളി ഫുള്ള് വേണ്ട എത്ര 3 അമ്മായി പറഞ്ഞാലും നേരത്തെ എവിടെ നിന്ന് ഇറങ്ങിയാ? ഞാൻ ചടങ്ങ് തീർന്നവരെ നിന്നില്ലടെ ഇവിടെ ഒരു സംഭവമുണ്ട്. എന്തുവാ പറ? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ കൃപാന്ത് മാധവ്, ഓ ആ ബൈക്കൊക്കെ കൊണ്ട് തന്നെ. അവൻ തന്നെ. അവൻ്റെ ഫ്രണ്ട് അവന്തികയില്ലേ, അവളങ്ങ് ഏറ്റെടുത്തു. ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ അവനെ ഏറ്റെടുത്തെന്ന് പറയുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. കൃപാന്ത് മാധവ് ആയിരുന്നു. ആ നിന്റെ ഫ്രണ്ട്. ആ എന്തിനാ പറഞ്ഞേ? എന്നെ കാണാൻ വരണ എന്ത് വരണ്ടേ? ഭാര്യയെ പോയ ചേട്ട് എന്ത്? സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ശ്രീ. മാമോയ് ഏ? വിരുന്നിന് പറഞ്ഞ് ആരടാ? കൃപാനന്ദ മാധവ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ വിരുന്നിനൊക്കെ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞല്ലോ. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കല്യാണം കഴിച്ചല്ലോ. ഓ ആ. കഴിച്ചാ? ആ ആ നന്നായി. അതെന്താ അങ്ങനെ പറഞ്ഞേ? പിന്നെ കല്യാണം കഴിയണ നല്ലതല്ലേ? ശരി ശരി. എനിക്ക് ഭയങ്കര ടെൻഷൻ അവരിങ്ങോട്ട് വരണം എന്ന് പറയുമ്പോൾ. ഒന്നും ഇല്ലല്ലോ, എന്തെങ്കിലും മേടിക്കണ്ടേ? ശ്രീ എന്തോന്ന് പറയണ? ഒന്നുമില്ലാതെ അവൻ പറഞ്ഞേ. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ ഈ ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും കൊടുത്താലാ? എന്ത് പറയണ? പിന്നെ കൊടു. എന്തോന്ന് ശ്രീ, എന്തെങ്കിലും പറ. കൊടുക്കാൻ? എന്നാ ശ്രീ ഒരു കാര്യം ചെയ്യ്, ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ജ്യൂസൊക്കെ ഒന്ന് പോയി വാങ്ങിച്ചിട്ടാ. ഞാനാ? ആ ഞാൻ തന്നെ പോകും. ഞാൻ തന്നെ പോണു? ആ പോണം. ഞാൻ തിന്നു പോണ്? എന്തോന്ന് ശ്രീ, ഇതിന് പോയിട്ട് വാ. എടാ മക്കളെ, എടാ നീ പോടാ, പോയി വാങ്ങിച്ചു കൊടു. കേശുനെ വിളിക്കണ്ട, ശ്രീ പോയാൽ മതി. അതെന്താ നിർബന്ധം? ഞാൻ തന്നെ പോണു. പോയിട്ട് വാ ഇത്തിരി. ആരെങ്കിലും ഒന്ന് വാങ്ങിയിട്ട്. അയ്യോ ചിക്കൻ ഫ്രൈ എന്ന് കേട്ടൊന്നും കിട്ടാഞ്ഞിട്ടേ ഇരിപ്പിറക്കില്ല മേഡത്തിന്. സത്യം പറയട്ടാ, എനിക്ക് അവൻ്റെ ലൈഫൊക്കെ ഒന്ന് സെറ്റായാൽ മതിയെന്നാണ്. നോക്ക്, ഒരു തവണ ഞാൻ ഗൾഫിൽ നിന്ന് ലീവിന് ഇങ്ങോട്ട് വന്നേ. പറയണ കേള്. ഓ കേക്ക് തന്നെ. ആ ഗൾഫിൽ നിന്ന് ലീവിന് ഇങ്ങോട്ട് വന്നേ. ഓക്കെ, ലീവിന് വന്നപ്പം ഞാൻ അവനെ ഇവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഓ എന്നിട്ടേ നമ്മൾ രണ്ടുപേരും കൂടി എറണാകുളത്തുനിന്ന് ഒരു വിടക്കം വിട്ടു. ആ എവിടെ പോയെന്നറിയാമോ? ഓ. അത് നമ്മൾ ഇടുക്കിയിൽ നെടുങ്കണ്ടം പോയി. നെടുങ്കണ്ടത്തുനിന്ന് എവിടെ പോയാ? ആ നെടുങ്കണ്ടത്തുനിന്ന് ഡയറക്റ്റ് നമ്മൾ പോയ രാമക്കൽ മേട്. അവിടെ നിന്ന് കമ്പം, പിന്നെ തേനി, അവിടം വഴി നമ്മൾ തെങ്കാശി വഴി പിന്നെയും കറങ്ങി തിരിഞ്ഞ് എറണാകുളത്ത് വന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. പൊളിച്ചടിക്കപ്പോ അല്ല ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വന്ന്? ഒറ്റ ദിവസമല്ല, 2 ദിവസം എടുത്തു. എന്ത് ഇങ്ങനെ നിൽക്കാതെ പോയി വാങ്ങിച്ചിട്ട് വാ. ഞാൻ പോയി വാങ്ങിച്ചിട്ട് കമ്പം തേനി കഥയും പറഞ്ഞുകൊണ്ടിരുന്നാ പിന്നെ എങ്ങനെ പോയി വാങ്ങിക്കും? കഥയൊക്കെ കഴിഞ്ഞ് പോയിട്ട് വാ. കുട്ടുവാമ ഐസ്ക്രീം കൂടെ ഞാൻ കാണട്ടെ. ഇതിപ്പോ എല്ലാം കൂടെ ഒരുപാട് പൈസ ആവുമല്ലോ. എന്തോന്ന് ശ്രീ, വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, ഞാൻ പോയി വാങ്ങിച്ചോളാം. എന്തോന്ന്? ഞാൻ പോയി മേടിക്കാം. ഞാൻ തന്നെ പോയി മേടിക്കാം. ഞാൻ അപ്പോഴത്തെ അങ്ങ് പറഞ്ഞേ. ഇനി വലിച്ച സംസാരം എൻ്റെ അടുത്ത് എടുക്കല്ലേ, അവിടെ വർക്കാവില്ല ഇതൊന്നും. എടേ വാങ്ങിച്ചോണ്ട് വരാന്ന്. മൈ അപ്പോളജീസ്. ഐ ലവ് യു. ലവ് യു. അതുള്ളല്ലേ എന്ത്? ഒന്നുമില്ലേ. ഓ ആ പോവാണെന്ന്. മാമ ആ? സത്യം പറയല്ലേ, അമ്മായിയായിട്ട് പറയില്ല കേട്ടെ. മണ്ടന്മാര് തന്നെ കേട്ടോ രണ്ടുപേരും. അല്ലാതെ പിന്നെ എന്താ? മാമ അല്ലെന്ന്, ഞാൻ മറ്റേ കൃപാന്ത് മാധവും അമ്മായിയും അവരൊന്ന് ടൂർ പോയെന്ന് പറഞ്ഞില്ലേ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, ഇടുക്കി എന്തായാലും പോണ്. അപ്പൊ പിന്നെ വാഗമണ്ണൂടെ കയറിട്ടല്ലേ പോവുള്ളൂ. അത് 2 ദിവസം സമയമുണ്ട്. ആരെങ്കിലും വാഗമണ്ണ് കട്ടിയിട്ട് പോവൂ? ആ മൊട്ടക്കുന്നിലൊക്കെ പോയി അവിടെ കുറേ അഡ്വഞ്ചർ പാർക്ക് എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. അടിച്ചു പൊളിച്ചിട്ടല്ലേ പോവൂ. അറിഞ്ഞാണെങ്കിൽ അങ്ങനല്ലേ പോവൂ. എവിടെ അവളോട് വയ്ക്കുമ്പോൾ എന്നെ വേണം അടിക്കും. ഞാൻ കൂടെ വരുന്നു. ഹായ് മോളെ. കേശുട്ടാ. ആടി. ആ ചേട്ടാ. ഹലോ. ചേട്ടാ ഇരിയേട്ടാ. എല്ലാരും എന്ത് ചെയ്യും? അപ്പൊ ഓഫീസിൽ പോയേക്കണം. പിന്നെ അച്ഛനോടുണ്ട്, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. കേശു ഇപ്പൊ എന്തിനാ പഠിക്കുന്നേ? ഞാൻ ഇപ്പൊ ഡിഗ്രി 2nd ഇയർ. അല്ല എന്തായിട്ട് നിങ്ങൾ ലേറ്റ് ആയി പോയെ? അല്ല ഞങ്ങൾ വന്ന വഴിയേ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവനെ ഒന്ന് കണ്ടു. എടാ മറക്കരുതേ. അയ്യോ കഴുതേ, നീയോ? എന്തൊക്കെയുണ്ട് വിശേഷം? സർപ്രൈസ് സുഖം. എടി അവന്തിക. ഹായ് വണക്കം. എന്തൊക്കെയുണ്ട്? സുഖം. ഇവ എപ്പോഴും പറയും അവന്തിക അവന്തിക എന്ന്. എന്നാലും കൊള്ളാം, പൊളിച്ച് നന്നായി. ശ്രീ കൃപാദിനെ കണ്ടല്ലോ, ഇത് അവന്തിക. ഓ
ഇരിക്കും. എന്തിനിരിക്കണേ? ഫുൾ ടൈം ഇരുത്തല്ലേ? ബൈക്ക്, സൈക്കിള്, കാറ്, ട്രിപ്പോടെ ട്രിപ്പ്. അല്ലടി നിങ്ങൾ നാട്ടിൽ വന്ന് ട്രിപ്പൊന്നും പോയില്ലേ? ട്രിപ്പാ? എവിടെ പോവാൻ? ഇടയ്ക്ക് താജ്മഹൽ പോയി. താജ്മഹൽ പോണ ട്രിപ്പ് അല്ലേ? വേറെ എവിടെയും പോയില്ലല്ലോ. പിന്നെ ശ്രീക്ക് തിരക്കോടെ തിരക്കാണ്, എവിടെ കുടുങ്ങി കിടക്കുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഫുള്ള് ട്രിപ്പായിരുന്നു. ഇപ്പൊ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്ക. ഏയ് അപ്പൊ മൊത്തത്തിൽ പൊളിയോടെ പൊളി തന്നെ. അടകട്ട് ഇനി ഇങ്ങോട്ട് അടിച്ചു വിളിക്കാൻ സമയം കിടക്കല്ലേ? പിന്നല്ല. എടാ, നമ്മളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവാണ്. നൈസ്. ഞാൻ എല്ലാ പരിപാടിയൊക്കെ സെറ്റായിട്ട് നിന്നെ വിളിക്കാം, വരണം കേട്ടോ. ഉറപ്പായിട്ടും. ഡേയ് ഞങ്ങൾ ബാംഗ്ലൂർ പോയി, നീ വരുന്ന? ബാംഗ്ലൂരാ? ശ്രീ പോവാം, ബാംഗ്ലൂർ പോവാം. ബാംഗ്ലൂർ പോവാം 3. നോക്കാം. കുട്ടാമ്മ എന്തോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോയി അടിച്ചു വിളിച്ചിട്ട് വാ. ആ ആഹാ വിരുന്നുകാരൊക്കെ എത്തിയല്ലേ? എടാ, ഇതാണ് ബാലച്ചേട്ടൻ. തലവരെ ഉങ്ങളെ പറ്റി ரொம்ப കേൾവി കേട്ടു. എന്നാ തമ്പി സൗഖ്യമാ? സൗഖ്യമാണേ. നല്ലാറ് നല്ലാറ്. ഇത് എന്നോട് പൊണ്ടാട്ടി. ആണാ? മോളെ പേരെന്താണ്? അവന്തിക. അവന്തിക. നല്ല പേര്. പഴയ കാളിദാസന്റെയും ഭാസന്റെയും ഒക്കെ സംസ്കൃത നാടകങ്ങളുടെ നായികയുടെ പേരാണ് അവന്തിക. അവന്തിക കൃപാനന്ദ മാധവ്. നല്ല ചർച്ച. കളിയാക്കിയതല്ലേ? എൻ്റെ മക്കൾ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം കേട്ടോ. എന്താ കുന്തം വഴി കളിക്കണത്? തമാശയൊക്കെ പറ. ആര് കുന്തം വഴി കളിക്കണ്? തമാശയൊക്കെ പറയടേ. അല്ല, ആര് കുന്തം വഴി കളിക്കണ്? എന്താ ഞാൻ ഒരു തമാശ, നീ സീരിയസ് ആക്കി എന്താ? ഇത് ജോക്കല്ലേടേ, അതിന്റെ രീതിയിൽ ഇടറേ. എന്താടേ ട്രാജഡി പറഞ്ഞിട്ട് കോമഡി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കോമഡി ഇതുപോലെ വല്ലപ്പോഴൊരിക്കൽ തമാശ പറയുള്ളൂ. പക്ഷെ അത് കറക്റ്റായിരിക്കും. പക്ഷേ ബാക്കിയൊക്കെ ചീറ്റി പോകും കേട്ടോ. ഒന്ന് മാത്രമേ എറിക്കുള്ളൂ. ഡേ ശ്രീകുട്ട, നിന്റെ പഴയ ചീറ്റിയ തമാശയൊക്കെ ഉണ്ടല്ലേ, അതെടുത്തിട്ട് വിടും. ഒരു ചിരി. ഞാൻ പറയണ കേട്ടി അളിയൻ പറഞ്ഞ ചീഞ്ഞൊക്കെ എടുത്തിട്ട് ആദ്യം അതല്ലേ നല്ലതല്ലേ? അത് മതി. അല്ല, ഇവര് അളിയനും അല്ലേ? അതെ, അളിയനുമാണ്. പക്ഷേ ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത്, അതുകൊണ്ടാണ്. കൃപാന്തേ, എൻ്റെ കുട്ടിക്കാലത്തെ എവൻ്റെ വീടിനടുത്ത് ഞാൻ താമസിച്ചത്. അങ്ങനെയാണ് ഞാൻ അവൻ്റെ ചേച്ചിയെ കെട്ടിയത്. അന്ന് വള്ളി നിൽക്കലും നടക്കായിരുന്നു. ഒരുപാട് അവലോസം ഉണ്ടാക്കി വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ചോദിച്ചു നോക്ക്. ഇല്ലടാ, അഭിലാസുണ്ട വാങ്ങിച്ചെന്ന് എന്തിനാണെന്നറിയാം? എൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട്. എന്നെ സോപ്പിട്ടിട്ട് ചേച്ചിയെ കാണണം. ചേച്ചിയെ കണ്ടില്ലെങ്കിൽ പാഴൂര് അമ്പലത്തിൻ്റെ പുറവശത്ത് പോയെന്ന് കരയും. ആര് കറിയും പോയാടാണെന്ന്. ഞാൻ കരുതുന്നില്ല. അന്ന് ഞാൻ നല്ല ചുള്ളനായിരുന്നു കേട്ടോ. എന്നെ ചക്കയും മാങ്ങയും പേരയ്ക്ക് തന്നെ വളച്ചിങ്ങ് എടുത്തവർ, വശീകരിച്ചെടുത്തവരെ വീട്ടുകാർ. അങ്ങനെയാണ് എന്നെ കെട്ടിച്ചത്. ചേച്ചിയെ ചേച്ചിയെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ പുറകിലൊരു ആറുണ്ട്, അവിടെ ചാടി ചാവെന്ന് പറഞ്ഞു. അല്ല, അത് സത്യമാണ്. പക്ഷേ ഇവ എൻ്റെ ഹംസമായിരുന്നു. ഓരോ അവലോസുണ്ട വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഓരോ ലിറ്റർ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു വിടുമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ അവലോസുണ്ട. അങ്ങനെ ഒരുപാട് അവലോസുണ്ട തിന്നാ ഇല്ലടാ. ഒരു തമാശയൊക്കെ പറഞ്ഞ ഒരു ചിരിപ്പിന് ഞാൻ ചിരിപ്പിക്കണ അളിയിൽ തന്നെ ചിരിപ്പിക്കുകയല്ലേ? എന്താടേ? അളി ഇവിടുത്തെ പഴയ ജോക്കറല്ലേ? കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് അങ്ങോട്ട് ഇരുന്നാലോ? നിങ്ങൾ നല്ല സിങ്കാണ്. നമ്മൾ നല്ല സിങ്കാണ്. നമ്മൾ കോമഡി ജോക്കർ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. കോമഡിയും ജോക്കറും വ്യത്യാസമില്ല. കോമഡി എന്ന് പറഞ്ഞില്ല, കോമഡി വേഷം കിട്ടണടാ. സ്വന്തം സ്വഭാവം എപ്പോഴാണ് പുറത്തു വന്നത്? എടി, ഞങ്ങളുടെ കല്യാണത്തിന് നീ വേണമായിരുന്നു. കല്യാണം അങ്ങ് പൂവാറം മലയെ വെച്ചായിരുന്നു. അവിടെ ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സും അവിടെ ഉള്ള കുറേ ആൾക്കാരും, ഒരു മുത്തപ്പൻ്റെ ചെറിയൊരു അമ്പലമുണ്ട് അവിടെ. അവിടെ കല്യാണം കഴിഞ്ഞ് കട്ടി പായസം കഴിച്ചേച്ച് നേരെ ആ മല ഇറങ്ങി അടുത്ത മലയിലേക്ക്. അപ്പൊ ഫസ്റ്റ് നൈറ്റ് ഫുള്ള് യാത്രയായിരുന്നല്ലേ? അതും ഒരു വെറൈറ്റി ആണല്ലോ. എന്തായാലും തന്റെ ഹസ്ബൻഡും ചേട്ടനും നമ്മളെ കെമിസ്ട്രി അടിപൊളി. അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, വഴക്കിടാറേ ഇല്ല. എങ്ങനെ? കുടുംബത്തിന്റെ അന്തസ്സൊന്ന് പിടിച്ചു നിർത്തിയത്. പറഞ്ഞല്ലോ അമ്മായി ബാംഗ്ലൂർ പോകണല്ലേ? നീ വരില്ലേ? എടാ, അത് റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങണോടാ. അപ്പം അതിൻ്റെ തിരക്കാണ്. എടി, അതൊക്കെ അതുപോലെ നടക്കും. നീ വാ. എടാ ചുമ്മാ പോടാ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. എടാ, ജീവിക്കണമെങ്കിൽ കയ്യിൽ വെള്ള വേണ്ടേ മോനെ? വെള്ള എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. കാരണം നിന്റെ അച്ഛന് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടല്ലോ. ചക്ക, മാങ്ങ, ഷാപ്പ്, വേറെന്ത് വേണം? ഏക്കറാണെങ്കിൽ സ്ഥലം എനിക്കറിയാലോ. അങ്ങനെ മഹാഭിഷകനാന്ന്. എന്നാലും നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. നിന്റെ അമ്മ നല്ല കൈ മടക്കുന്ന നിനക്ക് തരാറുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച വരെ കൈ മടക്കിയായിരുന്നു. ഇനിയിപ്പോൾ കാല് മടക്കിയാന്നോന്ന് അറിയത്തില്ല. എടോ, ഞാൻ ബാംഗ്ലൂർ സെറ്റിൽ ചെയ്ത്. നിങ്ങൾ എല്ലാവരും ഒരു തവണ അങ്ങോട്ട് പോവാ. എനിക്കവിടെ ഡെന്റൽ ക്ലിനിക് ഒക്കെ ഉണ്ട്. അതിനിപ്പോ എന്താ വരാമല്ലോ? എല്ലാവരും വരണം.
എല്ലാരും പറഞ്ഞെങ്കിൽ ലച്ചേച്ചി ശിവാനിയൊക്കെ വരണം എന്നാലും നമ്മുടെ കോറം ഫില്ലാവുള്ളൂ. പക്ഷെ ചേട്ടന്മാരും വേണം. അവര് കാണും. നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ വരും. ഇവളാള് കൊള്ളാലോ. ഇവരുടെ ഇടയിലല്ലേ, മോശാവോ? എടാ അടുത്തെന്ത് പരിപാടി? കടൽ, കായൽ, അങ്ങനെ മലകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആലപ്പുഴ ഒന്ന് പോകണം. അവിടെ ഞങ്ങളുടെ ചങ്ക് ബഡീസൊക്കെ ഉണ്ട്. ആലപ്പുഴ മൊത്തം ഒന്ന് കറങ്ങണം. എനിക്കാണെങ്കിൽ മീൻ കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. കരിച്ചതും പൊരിച്ചതും ഒക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടല്ലേ? ആ അപ്പൊ തന്നെ കൃപാന്തലേ, നിങ്ങളെ ഫ്രീ ആവുമ്പോ പടവലത്തോട്ട് ഇറങ്ങ്. അവിടെ ഇഷ്ടംപോലെ പറമ്പൊക്കെ ഉണ്ട്. ചക്ക, മാങ്ങ, തേങ്ങ വേണ്ടുള്ള എല്ലാ സാധനവും ഉണ്ട്. പിന്നെ കുറച്ച് നാടൻ ഫുഡും ട്രൈ ചെയ്യാം. എന്താ പറയുന്നത്? ബാക്കിൽ പോയുണ്ട്, മീൻ പിടിക്കാം, ലൈവായിട്ട് ഫിഷ് ഫ്രൈ. എന്നാ പിന്നെ നമുക്ക് ആലപ്പുഴ കഴിഞ്ഞ് അവിടേക്ക് പോയാലോ? ഓഫ് കോഴ്സ്. പക്ഷെ അവിടെ എല്ലാവർക്കും കൂടെ ബെസ്റ്റ്. അവിടെ 100 പേർക്ക് തങ്ങാം. അവിടെ പഴയ 4 കെട്ടല്ലേ? ആ അന്ന് നമുക്ക് അവിടെ പൊളിക്കാം. 4 കെട്ടാ? അല്ലടാ, നമുക്ക് എല്ലാവർക്കും കൂടെ. അങ്ങനെ പൊളിക്കാം. അല്ല, അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ അപ്പൂപ്പനും അമ്മൂമ്മയും. എന്നാ പിന്നെ നമുക്ക് ആലപ്പുഴയ്ക്ക് വരാൻ പടവലങ്ങ പോയാലോ? പടവലങ്ങയാ? പടവലം മക്കളെ, ഈ പടവലെങ്കിൽ പടവലൊക്കെ ഏറെക്കുറെ ഒന്ന് തന്നെ. എന്തായാലും ആലപ്പുഴ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കില്ലേ, അത് കഴിഞ്ഞ് പടവല. എന്റെ മെർലിനെ, അതാരാ? അതെ നമ്മുടെ ഇംഗ്ലണ്ടിലുള്ള ഒരു പണ്ടത്തെ രാജ്ഞി. 1995 രാജ്ഞിയുടെ പേര് അതൊക്കെ ആ കഥയൊക്കെ വഴിയെ പറഞ്ഞുതരാം. പറയൂല. പറയൂ. ഇല്ല, പറയൂല, പറയിപ്പിക്കൂല. കേശു, എന്താ ഒരു ചുറ്റിക്കളി? ചുറ്റിക്കളിയാ നമുക്കാ? ഫുള്ളും ചുറ്റിക്കളിയേ ഉള്ളൂ. ഫ്രണ്ടിനോട് സംസാരിക്കണ്ടി, ഫ്രണ്ടിനോട് സംസാരിച്ചു. പിന്നെ നീ എന്തിനു മെർലിനെ എനിക്കിട്ട് വെക്കണേ. മെർലിനെ എന്തോടാ? എന്തോന്ന്? അല്ല, ഞാൻ ചൂടുണ്ടോ നോക്കിയേ. ഒന്നുമില്ല, ഇങ്ങനെ ഒന്നുമില്ലാതെ നീ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയൂലല്ലോ. ഒന്നുമില്ല അമ്മായി, ഞാൻ ചുമ്മാ ഇങ്ങനെ വന്ന് ചുറ്റിത്തിരിഞ്ഞത്. അമ്മായി എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? അവിടെ കൃപാന്തലിനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമല്ലോ, അതങ്ങോട്ട് ചെല്ല്. അങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേടാ? കഴിക്കാൻ കൊടുക്കണം. അതിനാണല്ലോ ചപ്പാത്തിയും ചിക്കനും താണ്ട മേടിച്ചിട്ട് വന്നേക്കണത്. മാമൻ മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഉപകാരമായി. പക്ഷേ എനിക്ക് എന്തെങ്കിലും അവർക്ക് ഗ്രാൻഡായിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഗ്രാൻഡായിട്ട് കൊടുക്കാമല്ലോ. ഒരു കാര്യം ചെയ്ത് ഇതൊരു സാമ്പിൾ വെടിക്കെട്ടായിട്ടിരിക്കട്ടെ, നമുക്ക് മെയിൻ വെടിക്കെട്ട് പിന്നെ നടത്താം. ഈ ചിക്കൻ ഫ്രൈ ചപ്പാത്തി മാത്രം കൊടുത്താൽ മോശമാവോടെ? ചിക്കൻ ഫ്രൈ മാത്രമല്ലല്ലോ, കറിയുണ്ട്, ജ്യൂസ് ഉണ്ട്. ഇതോ ജ്യൂസ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ്, നല്ല ക്രിസ്പി സാധനം. അതിൻ്റെ ഇടയ്ക്ക് അത് ടേസ്റ്റും ചെയ്താ? ഇച്ചിരി ചെറുതായിട്ട് ടേസ്റ്റേ ഉള്ളൂ. മാമൻ കൊണ്ടുവന്നപ്പോളേ അല്ല, സംഭവം വിഷയമൊന്നുമല്ല. നമ്മൾ ഈ ഗസ്റ്റുകൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതല്ല നമ്മുടെ ഒരു കടമ. എൻ്റെ പൊന്ന് കേശു, ദമിച്ചതിൻ്റെ എന്താടി ഒരു കിണി? കൃപാന്തേട്ടൻ ഭയങ്കര കോമഡി. കോമഡിയാ? എനിക്ക് കണ്ടിട്ട് അത്ര വലിയ കോമഡി ആയിട്ടൊന്നും തോന്നിട്ടില്ല. ഒരു പൊടിക്ക് ഓവറാണ്. അതവരെ പരിചയപ്പാട് എല്ലാവരും പറയാം, കുറച്ച് ഓവറാണ്. ഈ ബുള്ളറ്റ് എടുത്തോണ്ടേ ഏതെങ്കിലും 2 സ്ഥലത്ത് പോയിക്കുമ്പോൾ ചിലവരുടെ ഒരു വിചാരമുണ്ട് അവരെന്തോ വലിയതാണ്. നീ ആ കൂട്ടത്തിൽ അവനെ കൂട്ടണ്ട. അവൻ പോയ സ്ഥലങ്ങളൊക്കെ കേട്ടാലേ നീ ഞെട്ടു. അങ്ങനെ കേശുവിനെ ഞെട്ടിക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥലങ്ങളിലൊന്നും കൃപാന്തേട്ടൻ പോയി കാണൂല. ചേട്ടൻ പോവാത്ത സ്ഥലങ്ങളിലൊക്കെ കൃപാന്തേട്ടൻ പോയിട്ടുള്ളത്. ഞാൻ പോവാത്ത സ്ഥലങ്ങളിലൊക്കെയാ കൃപാന്തേട്ടനെ പൊട്ടിട്ടുള്ളതെന്ന് നിനക്കങ്ങനെ അറിയാം? ചേട്ടൻ വാഴക്കാലയ്ക്ക് അപ്പുറം ചേട്ടൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എന്തടി പടവല വാഴക്കാലയ്ക്ക് അപ്പുറമല്ലേ? ആടാ അവള്. ചേട്ടൻ ഒറ്റയ്ക്ക് പോയ കാര്യമാണ് ചോദിച്ചത്. ആ പടവലത്ത് എത്രയാണോ ഒറ്റയ്ക്ക് ബസ്സിന് പോയി വന്നേക്കുന്നത്? അങ്ങനെ പോയപ്പോഴൊക്കെ സ്റ്റോപ്പ് മാറി ഇറങ്ങി ഓട്ടോയിൽ വന്നിട്ടുണ്ട്. ആണോടാ കേശു? ഒരു തവണ എന്തൊരു ബസ്സിൽ ഇരുന്ന് ഇറങ്ങിപ്പോയി, അവിടെ ചെന്ന് അങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഓട്ടോ പിടിച്ചു. അല്ല, 3 തവണ. നീ ഇപ്പം ഞാൻ ഓട്ടോയിൽ തെറ്റി വന്നതിന്റെ കണക്കെടുക്കാൻ നിൽക്കണ പെണ്ണേ. നിനക്ക് ബാത്റൂമിൽ പോണെങ്കിൽ നീ അമ്മയെ വിളിച്ചോണ്ടല്ലേ പോലെ ഒറ്റയ്ക്ക് പോടി. നീയാണ് എൻ്റെ അടുത്ത് പറയണേ കളിക്കണേ. ആ സിറ്റുവേഷൻ വേറെ, ഈ സിറ്റുവേഷൻ വേറെ. നീ ഇത് രണ്ടും കൂടെ എങ്ങനെ കമ്പയർ ചെയ്യണേ? അമ്മ എനിക്ക് വഴി തെറ്റിയതിന്റെ കണക്കെടുക്കാതെ കൂട്ടുകാരന് വല്ലതും വയറ് നിറച്ച് തിന്നാൻ കൊടുക്കൂ. കൊണ്ടുപോയി പോയി വിളിച്ചോണ്ടോ ഇരുത്ത്, എന്നിട്ട് കൊണ്ടുവന്നാ പോരെ? ശരിയാണ്. നീ എന്തിനു പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞേക്കാം. പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ ഫ്രണ്ടിട്ട് അപമാനിച്ചോണ്ടല്ലോ. ചിക്കൻ പീസ് ഞാൻ എടുത്ത് നിന്നളെ. ചിക്കൻ പീസ് എടുത്താലേ ഞാൻ അമ്മ എടുത്ത് പറഞ്ഞെടുക്കേ. പോ, എടുക്കണില്ല, കഴിഞ്ഞില്ലേ? എടുക്കരുത്. എടുക്കൂലടി എന്റെ പൊന്നിടാവേ. അച്ഛാ, എന്തോ കളെ? അച്ഛാ, ആ അച്ഛൻ ബിസിയിലാണോ? ബിസിയൊന്നും എന്ത് കാര്യം? എന്ത് കൃപാന്തേട്ടനെ ചേച്ചിയും
പടവലത്തിലേക്ക് വിളിക്കണ്ടേ? പിന്നെ വിളിക്കണ്ടേ? നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാം. ആഹാ, നമുക്കൊക്കെ പടവലത്ത് പോണോ? പിന്നെ പോകണ്ടേ? ആ, പിന്നെ പോവാ. അവരും കൂടെ വേണം. ഓ, കൃപാന്തും ആൻറ്റിയും വേണോ? ആ. വിളിക്കാമല്ലോ. പടവലത്ത് പോകണമെന്ന് കൃപാന്തും ആൻറ്റിയും വിളിച്ചിട്ട് നമുക്ക് പടവലത്ത് പോകണമെന്ന്. നിനക്കവരെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാ? പിന്നില്ലേ അച്ഛൻ്റെ കൂടാവൻ്റെ കോമഡി. ഞാൻ ഒരു കാര്യം പറയട്ടെ കേട്ടാ, ചേട്ടനും ശ്രീയും കൂടെ കൂടിയുണ്ടല്ലോ ഒരു രക്ഷയില്ല. അവ അളിയനല്ലേ, എൻ്റെ ഫ്രണ്ടല്ലേ. പിന്നെ നമ്മളമ്മ തെറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവണത്. അല്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല. മിണ്ടിയില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്തോ മിണ്ടിയില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്താണ്? അച്ഛനും കുട്ടാവനും വഴക്കാവൂലെന്ന്. വഴക്കാവൂല. എന്തടേ? അല്ല, വഴക്കാവൂലെന്ന്. അളിയൻ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് കുറച്ച് ഇളക്കം കൂടുതലാണ്. പാടാടുന്ന്. ഞാൻ ആ പിള്ളേരുമ്പോൾ സ്കോർ ചെയ്ത് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അയ്യ, ഭയങ്കര സ്കോറിങ് ആയിരുന്നു. ആ പിള്ളേർക്ക് തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ട് ചുമ്മാ എന്ന് കിണിച്ചോണ്ടിരുന്നു. തലയ്ക്ക് അവർക്കല്ല തലയ്ക്ക് വെളിവില്ലാത്ത ആർക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ ചിരിക്കണെന്തിന്? അമ്മായി പറഞ്ഞത് കുട്ടാമനെയാ. ആണോ? എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഗൗരി, ഓ, കൃപാന്നുമാത വന്നതേ ശ്രീകുട്ടനെ പിടിച്ചില്ല. ആ, ഒന്ന് ആര് പറഞ്ഞു? ചുമ്മാ ആവശ്യമില്ലാതെ പറയുന്ന പറയല്ലേ. ഇനി അതും കേട്ടോണ്ട് ഓരോരുത്തർ പറഞ്ഞു തുടങ്ങും. തുടങ്ങാൻ ഒന്നുമില്ല. അവര് വന്നത് ശ്രീക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ അങ്ങ് സിങ്കായതാണ്. എന്തായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ അടിച്ചു കയറ്റി തരും കേട്ടോ. ചെന്തല് മാമ, അത് ഭയങ്കര പ്രശ്നമാണല്ലോ മാമായി. വരെ അലമ്പ് സ്വഭാവവും അരസികത്വവും. എൻ്റെ ഗൗരി എങ്ങനെ സഹിക്കണത്? ഇരുന്ന് ചൊറിയില്ല അളിയാ. ആ മാമനെ എങ്ങോട്ടെന്ന് വെച്ചാൽ ചെല്ല്. കൃപാത്മാത വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. എന്തോന്നു? അവ അവിടെ വന്നത് ശ്രീകുട്ടിന് ഇഷ്ടപ്പെട്ടില്ലാണ്. കേട്ടല്ലോ. വയ്യാതിരിക്കുന്ന കൈയാണ്, വയസ്സായി, പിടിക്കരുത്. എന്റെ കൈ ഹലോ, ചേർത്തല കഴിഞ്ഞല്ലേ? ചേട്ടശ്രീവാ. ആ, ചേട്ടശ്രീയുടെ ഭയങ്കര കോമഡിയാണല്ലോ. ആ, ഞാൻ കൊടുക്കാം. ശ്രീ കൃപാന്ത്. ഹലോ, ചേട്ടന് കൊടുക്കണോ? ആ, കൊടുക്കാം ചേട്ടാ. ഹലോ, ആ പറ. ഇവിടെ കുഴപ്പമില്ല. ആ, ശ്രീകുട്ടൊന്ന് ചിരിക്കുകയാണ്. വാ. നിനക്ക് എന്ത് വേണം? ചിക്കനാ മട്ടനാ, എന്ത് വേണോ വെച്ച് തരാം. ശരിയാ. ഓക്കെ. ആ, ശരി. ശ്രീകുട്ടൻ മാറി ചിരിക്കല്ലേ? ഓക്കെ. ചിരിക്കാടാ. ശരിക്കും പതിനൊന്ന് കാണാം. എന്റെ പൊന്നമ്മായി, എന്തോ കേട്ടാ, ചെറുതിലേ തുടങ്ങിയതാണ്. ഇതിന് എന്ന് തീരുമെന്തോ ദൈവമേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.